നക്ഷത്രങ്ങൾ പോലും നക്ഷത്ര പദവി നൽകി നക്ഷത്ര രാജകുമാരനായി അംഗീകരിച്ച ഒരു താരമാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക അല്ലേ. ശരിക്കും നമ്മുടെ കുട്ടിപ്പട്ടർമാലും അതുപോലെ തന്നെ മമ്മൂക്കയും തമ്മിൽ വളരെ വലിയൊരു ക്ലോസ് റിലേഷൻ ഉണ്ട്. ഇപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് കൈരളി ടി വി ആണ്, കുട്ടിപ്പട്ടർമാലാണ്, കൈരളി ടി വിയുടെ ചെയർമാനാണ് നമ്മുടെ മമ്മൂക്ക. അത് മാത്രമല്ല മാപ്പിളപ്പാട്ടുകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു താരമാണ് നമ്മുടെ മമ്മൂക്ക. അതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല. അതായത് കാലങ്ങൾ ചെല്ലുന്തോറും ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ പ്രായം ഇങ്ങനെ കുറഞ്ഞു വരികയാണ് അല്ലേ. ശരിക്കും നമ്മുടെ കുട്ടിപ്പട്ടർമാലും മമ്മൂക്ക ഇങ്ങനെ കുട്ടിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു കുട്ടിപ്പട്ടർമാലിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഞങ്ങൾ എല്ലാ കുട്ടികളും അതുപോലെ തന്നെ ജഡ്ജസും നിങ്ങൾ പ്രേക്ഷകർ എല്ലാവരും കൂടെ നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ മമ്മൂക്ക ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ഫുൾ നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് മാത്രം വേണ്ടിയിട്ടാണ്. സോ എപ്പിസോഡ് വിജയികൾക്ക് ഒട്ടനവധി സമ്മാനങ്ങളാണ്. ഫസ്റ്റ് പ്രൈസ് ലഭിക്കാൻ പോകുന്നവർക്ക് ആൽഫ 1 ബിൽഡേഴ്സ് നൽകുന്ന 12 ലക്ഷം രൂപയുടെ സമ്മാനം. ദെൻ സെക്കൻഡ് പ്രൈസ് സുൽത്താൻ ഗോൾഡ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനം. ദെൻ തേർഡ് പ്രൈസ് സൂപ്പർനോവ നൽകുന്ന ഒരു നാനോ കാറാണ്. ഏതായാലും നമ്മുടെ മമ്മൂക്കയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കുട്ടിപ്പട്ടർമാലിനെ സ്നേഹിക്കുന്ന നമ്മുടെ ജഡ്ജസിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം. ആദ്യമായിട്ട് രഹനത്ത. നമ്മളിതിന് മുമ്പുള്ള ഒരു എപ്പിസോഡിൽ നമ്മുടെ ഫിറോസ്ക മമ്മൂക്കയൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചല്ലേ. സോ ലെറ്റ്സ് വെൽക്കം ഫിറോസിക്ക. ആസ് യൂഷ്വൽ മമ്മൂക്കോടൊപ്പം ഒരുപാട് സ്റ്റേജ് ഷോസ് നമ്മുടെ ഗൾഫ് കൺട്രീസിലൊക്കെ ചെയ്യാറുള്ള നമ്മുടെ സ്വന്തം സജ്ല. ദെൻ നമ്മുടെ ജഡ്ജസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികളാണെങ്കിൽ അതിലേറെ എക്സൈറ്റഡ് ആണ്. ദെൻ മമ്മൂക്കയുടെ ഒരു ഫാൻസ് അസോസിയേഷൻ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. ലെറ്റ്സ് വെൽക്കം ദി എൻറ്റയർ ഓർക്കസ്ട്ര ടീം. ഇത് പാടും കുഞ്ഞുറുമാർ മനമേറും പൊന്നുറുമാർ ഇത് പാടും. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ സ്വന്തം നമ്മുടെ മാത്രം കുട്ടിപ്പട്ടർമാരുടെ മാത്രം എന്ന് ഞങ്ങൾ പറയും കേട്ടോ. നമ്മുടെ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 3 ജഡ്ജസിനെയും മമ്മൂക്കയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് പാടാനായിട്ട് നമുക്ക് ചെറിയ റിക്വസ്റ്റ് കൊടുത്താലോ. സോ ലെറ്റ്സ് വെൽക്കം ദി എൻറ്റയർ ജഡ്ജസ് ആസ് വെൽ ആസ് നമ്മുടെ സ്വന്തം ഗ്രൂമറായ ശ്രീ OU ബഷീർ. അപ്പോൾ മമ്മൂക്ക ഇപ്പോൾ ഈ ഷോ കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ഞങ്ങളെല്ലാവരും വളരെ അഭിമാനത്തോടെ നിൽക്കുന്നൊരു നിമിഷമാണ്. കാരണം മമ്മൂക്കയ്ക്കായിട്ടൊരു സ്പെഷ്യൽ സമ്മാനം നമ്മുടെ എല്ലാ ജഡ്ജസും ബഷീർക്ക് എല്ലാവരും കൂടെ നൽകാൻ പോവാണ്, നല്ലൊരു ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഏത് പാട്ടാണ് പാടാൻ പോണേ നമ്മുടെ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട്? മമ്മൂട്ടി എന്ന ആ വലിയ മഹാനടൻ, അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനങ്ങൾ നമ്മൾ പാടിയിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പാടിയിട്ടുണ്ട്. മമ്മൂട്ടി എന്ന മഹാനടനെ പല ആംഗിളിൽ നിന്ന് കാണാൻ നമുക്ക് ഇഷ്ടമാണ്. മൃഗയിൽ അഭിനയിച്ചിട്ടുണ്ട്, പൊന്തന്മാടയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇനിയൊരു മണവാട്ടിയുടെ രൂപത്തിൽ പോലും മമ്മൂട്ടിയെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. കഥാപാത്രമായിട്ട് ഏത് തരത്തിൽ വേഷപ്പകർച്ച പകർന്നാലും അതെല്ലാവർക്കും അത് പ്രത്യേകിച്ച് ഓഡിയൻസിന് വളരെ ഇഷ്ടമാണ്, ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന ടൈപ്പിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്നുള്ളൊരു പാട്ട്, അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു പാട്ട്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു പാട്ടാണ്. ഒരു മിക്സ് മസാലയാണ്. ബാക്കിയുള്ളതൊന്നും ഇവർ റിവീൽ ചെയ്തിട്ടില്ല. നമുക്ക് എല്ലാവർക്കും ഒന്ന് കേട്ട് ആസ്വദിക്കാം അല്ലേ. സോ ലെറ്റ്സ് ഓൾ എൻജോയ്. മാനത്തെ ഭൂരി പോലെ പെരുന്നാൾ പിറ പോലെ മാനത്തെ ഭൂരി പോലെ പെരുന്നാൾ പിറ പോലെ മനസ്സുണർത്തിയ ബീബി മുത്തമൊന്ന് തരുവാൻ ഞാൻ എത്ര നാളായി കൊതിക്കുന്നു. മുത്തേ മുഹബ്ബത്തിൻ്റെ സത്തേ മുത്തേ മുഹബ്ബത്തിൻ്റെ സത്തേ മാനത്തെ ഭൂമി പോലെ പെരുന്നാൾ പിറ പോലെ മനസ്സുണർത്തിയ ബീവി മുത്തമൊന്ന് തരുവാൻ ഞാൻ എത്ര നാളായി കൊതിക്കുന്നു. മുത്തേ മുഹബ്ബത്തിൻ്റെ സത്തേ മുത്തേ മുഹബ്ബത്തിൻ്റെ സത്തേ.
പുതുമാരനൊരുങ്ങി വന്നേ നാണത്താൽ പുതിയോനിൻ കവിൾ ചുവന്നേ ചേലത്ത് പുതുമാരനൊരുങ്ങി വന്നേ നാണത്താൽ പുതിയോനിൻ കവിൾ ചുവന്നേ കൽക്കണ്ട കനിയുമായി കൽബ് തുറന്ന പുതുമണവാണ് കൽക്കണ്ട കനിയുമായി കൽബ് തുറന്ന പുതുമണവാണ് ചേലത്ത് പുതുമാരനൊരുങ്ങി വന്നേ നാണത്താൽ പുതിയോനിൻ കവിൾ ചുവന്നേ മാണിക്യക്കിളി ഇപ്പം കുളിരണിഞ്ഞേ മാണിക്യക്കിളി ഇപ്പം കുളിരണിഞ്ഞേ പൂമാരൻ വരുന്നതും കനവു കണ്ടേ പൂമാരൻ വരുന്നതും കനവു കണ്ടേ കൺമണി ഇന്നൊരു പൊന്മണിയായി പുഞ്ചിരി കൊണ്ടൊരു തീരണിയായി കൺമണി ഇന്നൊരു പൊന്മണിയായി പുഞ്ചിരി കൊണ്ടൊരു ചീരണിയായി ഇടിക്കുള്ളിൽ കീനാവുകൾ നിന്നി മറഞ്ഞല്ലോ പുതുക്കപ്പെണ്ണൊരു കരുമായല്ലോ മിഴിക്കുള്ളിൽ കീനാവുകൾ മിന്നി മറഞ്ഞല്ലോ പുതുക്കത്തിനൊരു കവുമായല്ലോ മുറ്റത്തി പുതു പെണ്ണിൻ മനം തെളിഞ്ഞേ പമ്പത്തി കോതിച്ച പൊന്മംഗല്യം വന്നേ മുഞ്ചത്തി പുതുവെണ്ണിൻ മനം തെളിഞ്ഞേ പമ്പത്തി കൊതിച്ചപ്പോൾ മൗനല്യം വന്നേ ചേലൊത്ത പുതുമാരനൊരുങ്ങി വന്നേ നാണത്താൽ പുതിയോനിൻ കവിൾ ചുവന്നേ ചേലത്ത് പുതുമാരനൊരുങ്ങി വന്നേ നാണത്താൽ പുതിയോനിൻ കവിൾ ചുവന്നേ കൽക്കട്ട കനിയുമായി കൽബ് തുറന്ന പുതുമണവാളൻ കൽക്കട്ട കനിയുമായി കൽബ് തുറന്ന പുതുമണവാളൻ ചേലത്ത് പുതുമാരനൊരുങ്ങി വന്നേ നാണത്താൽ പുതിയോനിൻ കവിൾ ചുവന്നേ കനതന്ത താനതന്ത താനതനിനോ കനതന്ത താനതന്ത താനതനിനോ കനതന്ത താനതന്ത താനതനിനോ കനതന്ത താനതന്ത താനതനിനോ കോമ്പറ്റീഷൻസിലേക്ക് കിടക്കുകയാണ്. ആൻഡ് ആദ്യമായിട്ട് ഇനി വരാൻ പോകുന്നത് എൻ്റെ നാട്ടിലെ വിശേഷങ്ങളായിട്ട് മമ്മൂക്കയുടെ ഒപ്പം ഈ അടുത്ത് അബുദാബിയിൽ ഒരു വേദി പങ്കിട്ട ഒരു കൊച്ചു ഗായകനാണ് നമ്മുടെ സ്വന്തം ആദിഷ്. കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ ഏ കുട്ടി കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ ആദിഷ് ചേച്ചി അടിപൊളി കോസ്റ്റ്യൂം കേട്ടോ. ഇത് എവിടെ നിന്ന് വാങ്ങിയതാ? ഗൾഫിൽ നിന്ന് വാങ്ങിയത്. ഈ അടുത്ത് അബുദാബിയിലെ ഷോന് പോയപ്പോ. അപ്പോൾ മമ്മൂക്കയുടെ കൂടെ പാടിയപ്പോ അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്നപ്പോ ഈ കോസ്റ്റ്യൂം ആയിരുന്നു ഇട്ടിരുന്നേ? വെറുതെ അല്ല, ഇന്നത്തെ ഈ ഒരു മമ്മൂക്ക സ്പെഷ്യൽ എപ്പിസോഡിലും ഇതേ കോസ്റ്റ്യൂമിൽ തന്നെയാണ്. അപ്പോൾ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദിഷിന്റെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? നാടെവിടെയായിരുന്നു? മലപ്പുറം. കുട്ടി ഒന്ന് ആലോചിച്ചിട്ടാ പറഞ്ഞ കേട്ടോ, മാറ്റമൊന്നുമില്ല, മലപ്പുറം തന്നെ. അപ്പൊ മലപ്പുറത്തെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അപ്പൊ നമുക്കൊന്ന് നോക്കാം അല്ലേ? ലെറ്റ്സ് മൂവ് ഓൺ. കുട്ടി കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ ഏ കുട്ടി കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ ഇത് പാടും കുഞ്ഞുറുമാൽ മനമേറും പൊന്നുറുമാൽ ഇത് പാടും കുഞ്ഞുറുമാൽ. ആദിഷ് കൃഷ്ണ ഉയരങ്ങളിലെത്തുന്നത് ചീർലാൽ സ്കൂളിന് ഒരുപാട് അഭിമാനമാണ്. കുട്ടികളുടെയും അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും എല്ലാ സപ്പോർട്ടും എല്ലായ്പ്പോഴും ആതിഷിനുണ്ടായിരിക്കും. എൻ്റെ
എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആദിശി കുട്ടിപ്പട്ടുമാല് പാട്ട് പാടിയത് വളരെ സന്തോഷമുണ്ട്. അവൻ കുറേ ദിവസം ലീവായതുകൊണ്ട് ഞങ്ങൾ കണക്കും ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞു വെക്കാറുണ്ട്. ആദിശി ലെവലിലെത്തിയ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കും. കുട്ടി കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ ഏ കുട്ടി കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ. മാപ്പിളപ്പാട്ടിന് മൈലാഞ്ചിയിട്ടൊരു പട്ടുറുമാലിൻ കുഞ്ഞുറുമാൽ. മാപ്പിളപ്പാട്ടിനു മൈലാഞ്ചിയിട്ടൊരു പട്ടുറുമാലിൻ കുഞ്ഞുറുമാൽ. ആപ്പിള് തോൽക്കണ മഞ്ചുള്ള കുഞ്ഞുങ്ങൾ പാടുന്ന കൈരളി തന്നുറുമാൽ. ആപ്പിള് തോൽക്കണ മഞ്ചുള്ള കുഞ്ഞുങ്ങൾ പാടുന്ന കൈരളി തന്നുറുമാൽ. ഇവൻ ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമാണ്. ഇവനേക്കാൾ ഉപരി ഞങ്ങൾക്ക് പറയാനുള്ള ഇവൻ്റെ രക്ഷിതാക്കളെ കുറിച്ചാണ്. ഇവിടെ ഓരോ സ്റ്റേജ് ഷോ നടക്കുമ്പോഴും അതിൻ്റെ പിറകിൽ വന്നിട്ട് എൻ്റെ മകനൊരു പാട്ട് പാടാൻ അവസരം വേണമെന്ന് പറയുന്ന ഈ രക്ഷിതാക്കളാണ് ഈ കുട്ടിയുടെ വിജയം. ഇത് ഞങ്ങളുടെ നാടിൻ്റെ കൂടെ ആഘോഷമാണ്. ഇവ നന്നായി വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. കുട്ടി 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 പട്ടുറുമാൽ. ആദിഷ് ചേച്ചി, അങ്ങനെ നാട്ടിലും സ്കൂളിലും കൂട്ടുകാരുടെ ഇടയിലൊക്കെ ആദിഷ് റോമിയാണല്ലേ? നോട്ട്സ് ഒക്കെ അവരാണോ? മാത്സും ഇംഗ്ലീഷ് ഒക്കെ അവരെ പഠിപ്പിച്ചു തരാ? എന്നിട്ട് എക്സാംസ് ഒക്കെ കഴിഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? മാർക്സ് ഒക്കെ കിട്ടിയോ? കിട്ടിയാൽ അത്രയും നല്ല ഫ്രണ്ട്സ് ആണല്ലേ? അപ്പോ നാട്ടിലുള്ള എല്ലാവർക്കും ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടി നമുക്ക് നല്ലൊരു പാട്ട് പാടാം. ഏത് പാട്ടാ പാടുന്നത്? അതാണോ ഫ്രണ്ട്സ് പാടാൻ പറഞ്ഞിട്ടല്ലേ? അതെ അല്ലേ? പിന്നെ നല്ലപോലെ പാടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. പാടിയാടി വന്ന് കിസയായി പാടി പെണ്ണ്. പാടിയാടി വന്ന് കിസയായി പാടി പെണ്ണ്. സാരസപ്പുമിഴിയുള്ളോളെ ഓമലേ കണ്ണാളെ കാതലേ പെണ്ണാളെ. ഒരു പേര് ചേരുന്നേരം നാരിയാണ് ചാരത്തൊന്ന് ചോദിച്ചല്ല കിന്നാരം. പാടടി പൂമോളെ പാടടി മയിലാളെ. പാടിയാടി വന്ന് കിസയായി പാടി പെണ്ണ്. സാരസപ്പുമിഴിയുള്ളോളെ ഓമലേ കണ്ണാളെ കാതലേ പെണ്ണാളെ. കണ്ണാണ് മതിമാൻ പോലാണ്. മറിമാൻ കണ്ണാണ് മതിമാൻ പോലാണ്. മറിമാൻ കണ്ണുള്ള ചേരൊത്ത പെണ്ണാണു നീ. മാഹിയിൽ പതരൊത്ത ബദലാണു നീ. തളിര് കുളിരിടുന്നു മരര് തഴുകിടുന്നു അഴക് പിടന്നിടുന്നു കരളി പിടഞ്ഞിടുന്നു കണല് ചൊരിയ മധുര കിനിയും നിധിയെ പനിമതിയോ. പാലൊളി ചന്ദ്രികയോ. പാടിയാടി വന്ന് കിസയായി പാടി പെണ്ണ്. പാടിയാടി വന്ന് കിസയായി പാടി പെണ്ണ്. സാരസപ്പുമിഴിയുള്ളോളെ ഓമലേ കണ്ണാളെ കാതലേ പെണ്ണാളെ. ഒരു പേര് ചേരുന്നേരം നാരിയാളെ ചാരത്തൊന്ന് ചോദിച്ചെന്റെ കിന്നാരം. പാടടി പൂമോളെ പാടടി മയിലാളെ.
മൈലാഞ്ചി കവിളിൽ മറുകുള്ള കയ്യിൽ മൈലാഞ്ചി ചോപ്പുള്ള പെണ്ണല്ലയോ കവിളിൽ മറുകുള്ള പെണ്ണല്ലയോ പറന്ന് പറന്ന് പൊങ്ങൻ മനസ്സ് കൊതിച്ചിടുന്നു അതരം പതറിടുന്നു മനസ്സ് ചിതറിടുന്നു പലര് കൊതിക്കും പവിഴ മുതിക്കും മതിയെ പുതി മതിയോ കുസുനുൽ ജമാലല്ലയോ കിസുപാടി അടി വന്ന് കിസയായി പാടി വെണ്ണ് കിസുപാടി അടി വന്ന് കിസയായി പാടി വെണ്ണ് സരസപ്പും ഇടിയുള്ളോളെ കോമലേ കണ്ണാളെ കാതലേ പെണ്ണാളെ ഒരു പേര് ചേരുന്നേരം നാരിയാളെ ചാരത്തൊന്ന് ചോദിച്ചെന്റെ കിന്നാരം പാടടി പൂമോളെ ആടടി മയിലാളെ കിസുപാടി അടി വന്ന് കിസയായി പാടി വെണ്ണ് സരസപ്പും ഇടിയുള്ളോളെ കോമലേ കണ്ണാളെ കാതലേ പെണ്ണാളെ കോമലേ കണ്ണാളെ കാതലേ പെണ്ണാളെ കോമലേ കണ്ണാളെ കാതലേ പെണ്ണാളെ കോമലേ കണ്ണാളെ കാതലേ പെണ്ണാളെ. അങ്ങനെ നോറ കുട്ടിപ്പട്ടുമാൽ എൻ്റെ നാട് എന്ന റൗണ്ടിൽ നമ്മുടെ ആദിശായിരുന്നു അടിപൊളിയായിട്ട് തകർത്ത് പാടിയ ഒരു ഫാസ്റ്റ് നമ്പർ ആയിരുന്നു അല്ലേ. ആൻഡ് കോറസ് എന്താ പറയുക നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. ചോദിക്കാം നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത്. ഇത് യൂഷ്വലി പാടാറുണ്ടോ സ്റ്റേജിലൊക്കെ? ഇപ്പൊ കുട്ടിപ്പട്ടുമാലിൽ വന്നതിന് ശേഷം ഒരുപാട് മാപ്പിളപ്പാട്ടുകളൊക്കെ പാടുണ്ടാവില്ല. അപ്പൊ സ്റ്റേജിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പാടാറുണ്ടോ? ഒരുപാട് പാടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഫിറോസ്ക്കയുടെ അടുത്ത് ചോദിക്കാം. ഫിറോസിക്ക, ആദിഷിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആതിഷ്, ഇത് എവിടുന്ന് എടുത്ത ഡ്രസ്സ്? ഗൾഫിൽ നിന്നോ? ആ ജംഗ്ഷനിൽ നിന്നാണോ? ഗൾഫിലെവിടെ? ആ ജംഗ്ഷനിലോ? ആ കട എവിടെയാ? ആ കട എവിടെയാണ് ഗൾഫിൽ? ഗൾഫിൽ ഷാർജയിൽ. ഷാർജയിൽ എവിടെ? ഷാർജയിൽ ഒരു പ്രധാന സ്ഥലം പറഞ്ഞ് പോയിട്ടുണ്ടാവും. ഷാർജയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തെ പോവും. അവിടെയാണ് ഷാർജ ഒരു ടൗൺ. ആ സ്ഥലത്തിനൊരു പേരുണ്ട്, ആരും പറയുന്ന കേട്ടോ. റോള. റോള റോള അതാണ് ഷാർജയിൽ ഒറ്റ സിറ്റി. ഷാർജയിൽ ഇങ്ങനെ നമ്മൾ ചെന്നിറങ്ങുന്ന മെയിൻ സിറ്റി അതാണ് അല്ലേ. അവിടെ പോയോ? വലിയൊരു ഒരങ്ങാടി. അങ്ങാടിയോ? എന്താ പോയി ഫിറോസ്ക പറയുന്നതെന്ന് ആലോചിക്കുന്നത്. കമൻറ്റ് പറയാൻ ചോദിച്ചിട്ട് ഷാർജയിൽ റോള ചോദിക്കുകയാണോ? പാട്ടിലേക്ക് വരാം കേട്ടോ. നന്നായി പാടി. ടഫ് സോങ്ങാണ്, ജനകീയമായ പാട്ടാണ് ഇത്. ബക്കർ മാരായ മംഗലം, ബേണി ഇഗ്നേഷ്യസ്, എം ജി ശ്രീകുമാർ ഈ കോമ്പിനേഷനിൽ വന്ന നല്ലൊരു പാട്ട്. വളരെ ടഫായ സോങ്ങാണ് അല്ലേ. ടഫായ സോങ്ങാണെന്ന് നമ്മളെല്ലാവർക്കും കേട്ടവർക്കൊക്കെ കേൾക്കുന്നവർക്ക് അറിയുന്നൊരു പാട്ടാണ്. കോറസ്കാരുടെ സല്യൂട്ട് ആദ്യം തരാം. അസാധ്യമായി പാടി, നന്നായി കേട്ടോ. അതിൻ്റെ ആ ഇടയിലൊക്കെയുള്ള ഹം ഉണ്ടല്ലോ, അതൊക്കെ ടഫാണ്, ഭയങ്കര ടഫാണ്. അങ്ങനെ പാടുക എന്ന് വെച്ചാൽ അത് ഓൺ ദ സ്പോട്ട് വരണ്ടേ, അതാണ്. മനോഹരമായിട്ട് പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. രഹനത്ത, ആദിഷ് ആ പാട്ട് അങ്ങോട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഒരു നിപ്പം അങ്ങോട്ട് നിന്നിട്ടുണ്ട് കേട്ടോ ആദിഷ്. ഞാൻ അതന്നെ നോക്കി നിൽക്കുമായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു മോനെ ഈ പാട്ട് പാടുമ്പോൾ? ഉണ്ടായിരുന്നു, എനിക്കത് തോന്നി ആ നിപ്പ് കണ്ടപ്പോൾ. അതാ ഞാൻ ചോദിച്ചേട്ടാ. എന്തായാലും അടിച്ച് പൊളിച്ച് തകർത്തന്നെ പാടി. കാരണം ഇത് അത്രയ്ക്കും ടഫായിട്ടുള്ള സോങ്ങാണ്. ഇത് എം ജി സാറ് പാടിയിട്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ ലൈവിൽ ഇത് ഞാൻ കണ്ണൂർ ഷെരീഫാണ് പാടിയിട്ട് ഒരുപാട് കേട്ടിരിക്കണം. അതും തകർത്തന്നെ ഷെരീഫ് പാടും. പിന്നെ അതുപോലെ തന്നെ അതിന് ശേഷം നമ്മുടെ പട്ടുറുമാലിലെ ഷമീർ, പിന്നെ നമ്മുടെ ഇശൽ മർഹബയിലെ ഷമീർ, അത് കഴിഞ്ഞ് ഇപ്പം നമ്മളെ കുട്ടിപ്പട്ടുറുമാലിൽ നമ്മളെ ആദിഷും കണ്ടോ അവിടെ എത്തി. അപ്പോൾ ആ സോങ് ഒരു അത്രയും അല്ലേ, ഒരു അത്രയും പോപ്പുലറായിട്ടുള്ളൊരു സോങ്ങാണ്. നമുക്ക് പാടാനുള്ളൊരു സോങ്ങാണ്. ഫാസ്റ്റ് ആണെങ്കിൽ പോലും അതിൽ നമുക്ക് ഒത്തിരി പാടാനുണ്ട്. അപ്പോൾ കുഞ്ഞു ആദിഷ് കൊച്ചു കുട്ടിയല്ലേ, അപ്പം ആദിഷ് അത്രയ്ക്ക് തന്നെ നന്നായിട്ട് പാടി കേട്ടോ. നന്നായിട്ട് തന്നെ പറയണം. ഞാനൊന്ന് എണീറ്റ് നിൽക്കുക തന്നെ ചെയ്യുക. കാരണം എനിക്ക് ഒത്തിരി സ്ഥലത്ത് അത് ഭയങ്കരമായിട്ട് ടഫായിട്ട് പാടുന്നിടത്തൊക്കെ കൂളായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ സംഗതികൾ മോനെ അത് നന്നായിട്ട് തന്നെ കൊണ്ടുപോകണം കേട്ടോ. പിന്നെ നമ്മുടെ സ്കൂളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്മുടെ സാറുമാരൊക്കെ മോനെ പറ്റി നന്നായിട്ട് പറഞ്ഞു. പിന്നെ നാട്ടുകാർ പാരൻസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അവർ സപ്പോർട്ടൊക്കെ അല്ലേ ഒത്തിരി പറഞ്ഞു. അപ്പോൾ മോൻ അതിൻ്റെ റിസൾട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സോ മച്ച് രഹനത്ത. സജ്ല, ആതീഷിന് ഈ പാട്ട് ഫ്രണ്ട്സും നാട്ടുകാരൊക്കെ കൂടി സെലക്ട് ചെയ്ത് തന്നെ അല്ലേ?
ഈ പാട്ടൊക്കെ എടുത്ത് പാടാൻ എല്ലാവരും പേടിക്കുന്ന ഒരു പാട്ടാണ്. കാരണം ഭയങ്കര ടഫായിട്ടുള്ള സോങ്ങാണ്. എല്ലാവർക്കും ഒന്നും അത് പാടാൻ പറ്റില്ല. ആരെ സെലക്ട് ചെയ്തെന്നാലും അത് പാടാൻ പറ്റണമെന്നില്ല അല്ലേ? പക്ഷേ നാട്ടുകാർ മോൻ്റെ കഴിവ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ പാട്ട് ആദിഷിനെ സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അത് നല്ല അസലായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. മോൻ്റെ വോയിസ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണിത്. നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. കോറസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. കാരണം കോറസ് ഇല്ലെങ്കിൽ ആതീഷിന് ഇത് പാടാൻ പറ്റില്ല. നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. ഗുഡ്. താങ്ക് യു സോ മച്ച് സജ്ന ആൻഡ് ഓൾ ജഡ്ജസ്. അങ്ങനെ ആതിഷിന്റെ എൻ്റെ നാട് ഈ റൗണ്ടിൽ എത്ര മാർക്സ് ആണെന്നുള്ളത് നമുക്ക് ചോദിക്കാം. രഹനത ഔട്ട് ഓഫ് 40 39.5. 39.5 ആണ് ഔട്ട് ഓഫ് 40. ഫിറോസിക്ക ഔട്ട് ഓഫ് 40. ആതിഷിന് 39. 39 out of 40. Then Sashla 19.5 ആണ്. താങ്ക് യു സജ്ല ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. അങ്ങനെ ആതിഷിന്റെ ഈ ഒരു ടോട്ടൽ സ്കോർ 98 ആണ് ഔട്ട് ഓഫ് 100. ഗ്രേറ്റ് സ്കോർ തന്നെയാണ്. ആൻഡ് പകുതി മാർക്ക് ഇവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവരെ സപ്പോർട്ട് ചെയ്തില്ലേ? അവർക്ക് താങ്ക് യു പറഞ്ഞോ? താങ്ക് യു. ഓക്കെ, താങ്ക് യു പോലും. താങ്ക് യു. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ഒരു കുട്ടി സാഹിത്യം എടുത്തുകൊണ്ട് ഒരു കുട്ടി പാട്ട് രൂപേണ നമുക്ക് മുന്നിൽ പാടാനായിട്ട് അല്ലെങ്കിൽ ആലപിക്കാനായിട്ട് നമ്മുടെ പുണ്യക്കുട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം പുണ്യ. പുണ്യ, എന്തോ വെൽക്കം ബാക്ക് അഗെയിൻ. താങ്ക് യു. അങ്ങനെ 7 സ്റ്റേജിൽ ഒരു റൗണ്ട് എൻ്റെ നാട് നേരത്തെ പാടിക്കഴിഞ്ഞു. നല്ല ടോപ്പ് സ്കോറർ ആയിരുന്നു. 98.5 കിട്ടി. ആൻഡ് ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്തവണ ഈ ഒരു 7 സ്റ്റേജിൽ ഫുൾ ഡാസ്ലിംഗ് കോസ്റ്റ്യൂംസ് ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത്. ആരാണ് ഇത്തവണ കോസ്റ്റ്യൂംസ് ഒക്കെ? എല്ലാവർക്കും ഗിഫ്റ്റുകളാണല്ലോ. ഗിഫ്റ്റുകളുടെ എന്താ പറയുക, കൂമ്പാരം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എൻ്റെ നാട്ടിലെ ഗൾഫിൽ നിന്ന് വന്ന ബാബോട്ടൻ വാങ്ങിച്ചു. എന്തായാലും സൂപ്പർ കോസ്റ്റ്യൂം സെലക്ഷൻ. അവര് ഇത് മാത്രമേ തന്നുള്ളൂ? വേറെ എന്തെങ്കിലും ഗിഫ്റ്റ്സ് ഒക്കെ തന്നോ? ഇത് തന്നെ ധാരാളം അല്ലേ? അപ്പോൾ ഏതായാലും അവരുടെ അടുത്ത് ഒത്തിരി താങ്ക്സ്. ഇനി നമ്മുടെ എല്ലാ മക്കളെയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് മോളു ഇന്ന് ഒരു കുട്ടി പാട്ട് പാടാനായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏത് പാട്ടാണ് പാടാൻ പോണേ? ഞാൻ കേട്ടുകൾ മനുവരുന്നുണ്ട്. ഓക്കെ, എന്ത് കാറ്റഗറിയിലുള്ളതാ? ബെത്തിലപ്പാട്ട്. ബെത്തിലപ്പാട്ടാണ്. അപ്പോൾ ഏതായാലും നല്ലപോലെ പാടും കേട്ടോ. ആൻഡ് 98.5 ഉണ്ട്. മുകളിലേക്ക് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. കേട്ടുകൾ മനുവരെ ബെത്തിലതന്നാൽ കുറുള്ള ജനങ്ങളിൽ വിവരമുന്നാൻ. കേട്ടുകൾ മനുവരെ ബെത്തിലതന്നാൽ കുറുള്ള ജനങ്ങളിൽ വിവരമുന്നാൻ. ഉന്നാൻ ചെയ്യതി ഞാൻ സുലൈമാന മന്നാൻ കൽപ്പന പോലെ നകാകിൻ തന്നെ ചെയ്തത് തീൻ സൗവല്ലികൾ വല്ലി പിന്നോട മകൾ യേശുന്നോരെണ്ണം പകരണ്ടിലും ഒരു സാവർ കുളലാർകളിൽ കുളലിയർ ബൽഗീസ് എന്നോർ ബീവി അളകര ഋഷഹബിൻ പുത്തിര ദേവി പൊളിലാജിൻ സിറി പെത്തൊരു ദേവി മേവിയാർ കുളൽ ബൽഗീസ് അവരെ തന്നാൻ ബഹുമാന സുലൈമാനൻ നബി രാജത്താൻ. താനവനേകിയ കൽപ്പന പോലെ ആനനിക്കാക് കശിന്ത് മാലെ വാനെ സുരൂർ കസീർ മദദാലെ അതിസുഖം വഹിച്ചവരിക്കും നാളിൽ അളകായ സീറിവായിലൊതുക്കി വെപ്പാൻ. വെപ്പാൻ ജിന്നുകൾ നാഗമെ പരിശ ചെപ്പാൻ വെത്തില വായിലെ കടിയ സൂപ്പാരി ഇതുപോലെ ഉരയായി കൊടുത്തത് ചവച്ചേ പോതിൽ അശകെന്ത് ചീരം പവിളം വിളർത്തേ പോൽ. പോലഹമർന്നിറമേറ്റിടെ വായിൽ മേലിത് പോലെയും വേണമെന്നുരയിൽ ചാരിപടിയായി ചൊങ്കിടയേലിൽ ഏലിൽ നല്ല ബിഷാഹ് സുലൈമാനിരിൽ ഈന്തതാലാതിനാലെ ഇനിയും കേൾപ്പീൻ രാജരിൽ കാണിക്ക വെത്തി മൂപ്പരിലെത്തിടും വെത്തില മേപ്പിൽ ദേശീയ മാറ്റിടും വെത്തില മാറ്റത്താൽ സൗജത്ത് പിണങ്ങിയെങ്കിൽ മശങ്ങിക്കൊണ്ടരുകിൽ വന്നടുക്കും ചൊങ്കിൽ.
അങ്ങനെ സെക്കൻഡ് സോങ്ങും പാടി കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? പാടി കഴിഞ്ഞപ്പോ ഒരു കള്ളത്തരം വന്നല്ലോ മുഖത്ത്, അതെന്താ? ഒരു സ്ഥലത്ത് ശ്രുതി അപ്പൊ ജഡ്ജസിനെ നോക്കി അച്ഛനും അമ്മയെ നോക്കി അല്ലേ? ആർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പൊ മോളു മുറുക്കിയിട്ടുണ്ടോ? ഇതുവരെ മുറുക്കിയിട്ടില്ലേ? കല്യാണത്തിനൊന്നും പോകുമ്പോ ഇങ്ങനെ വെറ്റില്ല അതുപോലെ തന്നെ ഇതൊക്കെ കാണുമ്പോ ഇതുവരെ മുറുക്കിയിട്ടില്ല അല്ലേ? പാട്ട് മാത്രമേ ഉള്ളൂ. ശരി, അപ്പൊ നമുക്ക് ഏതായാലും ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ആദ്യം ആരോടെ ചോദിക്കണ്ടേ? ആരോടായും കുഴപ്പമില്ല. ആദ്യം നമുക്ക് സജില എടുത്ത് ചോദിക്കാം. സജില. പുണ്യയുടെ ആ ഒരു മാജിക്കൽ സിംഗിങ് ഈ ട്രഡീഷണൽ സോങ്ങിലും കൊണ്ടുവന്നു. ട്രഡീഷണൽ സോങ്ങിന് വേണ്ട ആ ഒരു ഓപ്പൺ ത്രോട്ട് സിംഗിങ് അത് കൊണ്ടുവന്നു കേട്ടോ. പുണ്യ നന്നായിട്ട് പാടി. പിന്നെ പുണ്യ പാടുമ്പോൾ ഓരോ പാട്ടിന് കൊടുക്കേണ്ട ഫീൽ എന്താണോ അത് പുണ്യക്കറിയാം. ഈ പാട്ടിന് കൊടുക്കേണ്ട ഫീൽ അതുപോലെ തന്നെ കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വോയിസാണ് മോളുടെ. നല്ലൊരു തിരമാലയുടെ വേവ്സ് പോലെയാണ് മോളുടെ സിംഗിങ്. നന്നായിട്ട് പാടി. വലിയ വേറെ മിസ്റ്റേക്സ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നന്നായി പാടി. താങ്ക് യു സോ മച്ച് സജില. ഫിറോസിക്ക. ഞങ്ങൾ പറയേണ്ട ഒരു കാര്യം പറഞ്ഞല്ലോ എന്തോ ലക്ഷ്മി ചോദിച്ചപ്പോൾ. ഞങ്ങൾ പറയേണ്ട ഒരു കാര്യം അതെന്തായിരുന്നു? ഞങ്ങൾ അങ്ങോട്ട് പറയേണ്ട ഒരു കാര്യം പറഞ്ഞല്ലോ. എന്തോന്ന് പറഞ്ഞു? കുറച്ച് പിച്ച് എന്തോ ആയി എന്നല്ലേ? കറക്റ്റാ. അത് എവിടെയാണ് സംഭവിച്ചെന്ന് അറിയുമോള്? ഇത് മേജർ മൈനർ അങ്ങനെ ഒരു കോമ്പിനേഷൻ, ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു കോമ്പിനേഷനാണ് ഔക്കുബായി ചെയ്തതല്ലേ? അപ്പോൾ അത് മോള് മേജറിലാണോ എന്നാ അല്ലേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ അല്ലേ? അതല്ലേ സംഭവിച്ചത്? അത് നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോൾ അത് ഭയങ്കര പ്രയാസം അങ്ങനെ പാടാൻ. ചില പാട്ടുകൾ അത്ര ബൈഹാർട്ടാവണം, അങ്ങനെ ഭയങ്കര പ്രയാസമാണത്. 2 സ്ഥലത്ത് അത് സംഭവിച്ചു. ബാക്കി ഇതിൽ വരേണ്ട ചെറിയ പ്ലാനുകളൊക്കെ ഭംഗിയായിട്ട് പാടി. ഇത് നമ്മൾ ഈ കാറ്റഗറിയിൽ, നിങ്ങളുടെ കുട്ടിപ്പാട്ട് കാറ്റഗറിയിൽ ഇതുവരെ കേട്ട പാട്ടിൽ നിന്ന് വ്യത്യസ്തമാർന്നൊരു വിഷയം, ബെത്തിലപ്പാട്ട്. ബെത്തില എന്ന് പറയുമ്പോൾ ഒരുപാട് ഔഷധ ഗുണമുള്ള, നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല അല്ലേ? ആ ട്രഡീഷണലിൻ്റെ ചൊവ്വയിൽ നിന്നുകൊണ്ട് ഈ പാട്ട് ചെയ്ത ഔക്കുബായിക്ക് വീണ്ടും ഒരു നന്ദി നമ്മൾ എല്ലാവരും കൂടെ പറയുകയാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സോ മച്ച് ഫിറോസിക്ക. രഹനത്ത. പുണ്യക്കുട്ടി നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു. നല്ല ട്രഡീഷണൽ ട്യൂണോടുകൂടി തന്നെ ഇത് നന്നായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് ഔക്കാക്ക. പിന്നെ മോൾക്ക് 2 സ്ഥലം, ബേഫാൻ അല്ലേ ഒരു സ്ഥലം, പിന്നെ കേഫീൻ എന്ന് പറഞ്ഞ 2 സ്ഥലം. അത് മോൾക്ക് തന്നെ അത് മനസ്സിലായി. 2 സ്ഥലം വരുമ്പോഴും നമ്മളെ തന്നെ നോക്കി ആദ്യം ചിരിച്ചു. അതാണ് പുണ്യക്കുട്ടിയുടെ ഒരു ക്വാളിറ്റി. കാരണം അവൾ തന്നെ എന്താ തെറ്റ് വന്നത് അവൾ അവിടെ നിന്ന് തന്നെ സഡൻ അത് നമുക്ക് തന്നെ കാണിച്ചു തരും. പെട്ടെന്ന് അവിടെ നോക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇടയിൽ വെച്ച് അവൾക്ക് അടുത്ത വരി കിട്ടിയില്ല. കിട്ടാതെ ഇപ്പോൾ അച്ഛനെ നോക്കി അല്ലേ? അത് പെട്ടെന്ന് അങ്ങോട്ട് അവള് എന്താ അവസാനം സഡൻ വന്നു. അപ്പോൾ അച്ഛൻ എന്താ ഇനി പറഞ്ഞത് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ലല്ലോ. ഞാൻ അത്രയ്ക്ക് നോട്ട് ചെയ്ത് കുഴപ്പമുണ്ടാവില്ല എന്നായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും മോള് നന്നായിട്ട് തന്നെ പാടി. ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സോ മച്ച് രഹനത്ത. രഹനത്ത ആ കാര്യം കണ്ടുപിടിച്ചു കേട്ടോ. ശരിയാണല്ലേ? കണ്ടു, രഹനത്ത് ഇതൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ഏതായാലും നമുക്കിനി മാർക്സിലേക്ക് കിടക്കാം. അപ്പോൾ മനസ്സിൽ 98.5 ആയിരുന്നു കഴിഞ്ഞ നമ്മുടെ 7 സ്റ്റേജിലെ ആദ്യ റൗണ്ടിൽ കിട്ടിയത് എൻ്റെ നാട്ടിൽ. അപ്പോൾ കുട്ടിപ്പാട്ടിന് എത്ര മാർക്സ് ആയിരിക്കും? രഹനത്ത് ഔട്ട് ഓഫ് 40. 39 ഔട്ട് ഓഫ് 40. ഫിറോസിക്ക ഔട്ട് ഓഫ് 40. 38.5. 38.5 out of 40. Then Sajla out of 20. 18.5. Thank you so much Sajla and thank you all judges. അങ്ങനെ മോളുടെ ടോട്ടൽ സ്കോർ 96 out of 100 ആണ്. പക്ഷെ കുഴപ്പമില്ല, ഏതായാലും മറ്റേ റൗണ്ടിൽ നല്ലൊരു ടോപ്പ് സ്കോർ തന്നെയായിരുന്നു. ഇതിൽ 96 ആണ്. പക്ഷെ 96 നോട്ട് ബാഡ്, നല്ല മാർക്ക് തന്നെയാണ്. എനിവേ മോളു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ 7 സ്റ്റേജിലെ 2 പെർഫോമൻസും കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? നെക്സ്റ്റ് എലിമിനേഷൻ. അപ്പോൾ നമുക്കിനി വിഷമിക്കണ്ട, ഡോണ്ട് വറി. ഏതായാലും നല്ല മാർക്സ് ഉണ്ട്. നമുക്ക് ഏതായാലും ഇനി അടുത്ത റൗണ്ടിൽ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഏതായാലും അടുത്തത് എൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ ഒത്തിരി 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 പറയാനുണ്ടെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നമ്മളോടൊപ്പം നമ്മുടെ അശ്വിൻ കൃഷ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം അശ്വിൻ. അശ്വിൻ ചേച്ചി, എനിക്ക് തോന്നുന്നു അശ്വിൻ ഇവിടെ എല്ലാ കുട്ടികളുടെ അടുത്ത് ഒരുപോലെയാണ് ബിഹേവ് ചെയ്യാറെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും ഒരുപോലെ കാണുന്നു, എല്ലാവരും ഫ്രണ്ട്സാണ്. എൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് അശ്വിൻ വന്നപ്പോൾ ഒരു സ്പെഷ്യൽ എനർജിയാണ് ഇവരിൽ നിന്ന് അശ്വിനിലേക്ക് പകർന്നു തന്നേ തോന്നുന്നു അല്ലേ? ശരിയാണോ? ഇവരുടെയൊക്കെ ചേട്ടനാണോ? ഞാനോ? ചേട്ടനല്ല. അല്ല, എന്നാ അനിയനാണോ? അനിയല്ല, മിഡിൽ. ഓ, ടീൻ അല്ലേ? അപ്പോൾ മോനു, ഇപ്പോൾ ഇന്ന് എൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ ഒത്തിരി പറയാനുണ്ടാവും. അതിനു മുമ്പ് എൻ്റെ നാട്
എവിടെയായിരുന്നു? കോഴിക്കോട്. കോഴിക്കോടാണ്. അപ്പൊ ഏതായാലും കോഴിക്കോട്ടെ ആവശ്യം നല്ല ഹലുവയൊക്കെ കിട്ടുന്ന സ്ഥലല്ലേ? അടുത്തവണ വരുമ്പോ കൊണ്ടുവരണം കേട്ടോ. ഇപ്പൊ ക്ലിപ്പിലെങ്ങാനും അത് കണ്ട് ഞങ്ങളെ കൊതിപ്പിച്ച. ഏതായാലും ക്ലിപ്പിലേക്ക് നമുക്ക് പോവാം. ലെറ്റ്സ് മൂവ് ഓൺ. കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ ഹേ കുട്ടി കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ ഇത് പാടും കുഞ്ഞുറുമാൽ മനമേറും പൊന്നുറുമാൽ ഇത് പാടും കുഞ്ഞുറുമാൽ മനമേറും പൊന്നുറുമാൽ. അശ്വിൻ കൃഷ്ണ സ്കൂളിലെ പഠനത്തിലും അതുപോലെ തന്നെ പാട്ടിലും മികവ് കാണിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹം കൈരളി ടി വിയിൽ പാടുവാനായിട്ട് ചാൻസ് ലഭിച്ചു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. മാപ്പിളപ്പാട്ടിന് മൈലാഞ്ചിയിട്ടൊരു പട്ടുറുമാലിൻ കുഞ്ഞുറുമാൽ മാപ്പിളപ്പാട്ടിന് മൈലാഞ്ചിയിട്ടൊരു പട്ടുറുമാലിൻ കുഞ്ഞുറുമാൽ ആപ്പിള് തോൽക്കണ മഞ്ചുള്ള കുഞ്ഞുങ്ങൾ പാടുന്ന കൈരളി തന്നുറുമാൽ ആപ്പിള് തോൽക്കണ മഞ്ചുള്ള കുഞ്ഞുങ്ങൾ പാടുന്ന കൈരളി തന്നുറുമാൽ കുട്ടി കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ. അശ്വിൻ ചേച്ചി, അങ്ങനെ നമ്മൾ നാട്ടിലെ വിശേഷങ്ങളൊക്കെ കണ്ടു. ആൻഡ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? സ്കൂളാണെങ്കിലും. ആൻഡ് അത് മാത്രമല്ല, ഓർഗൻ ഒരു പനിനീർ പൂവിന്റെ വിലാപം. അപ്പൊ അതിന്റെ തീമും കാര്യങ്ങളൊക്കെ നമ്മുടെ ജഡ്ജസ് തന്നെ ചോദിച്ചോളും. ആൻഡ് അമ്മയുടെ ബാക്കിലൊക്കെ നമ്മങ്ങനെ പറക്കുമായിരുന്നല്ലോ. 18 വയസ്സായിട്ടില്ല അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് അതുപോലെയൊക്കെ സൂപ്പറായിട്ട് പോവാം. ദെൻ ഫുട്ബോൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നാട്ടിലെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു പാട്ട് നമുക്ക് പാടാം. ഏത് പാട്ടാ? ഞാൻ ഇഹലോകവാസികൾക്കും. ഓക്കെ, ഈ സോങ് ആണോ അവര് കുട്ടിപ്പട്ടുമാലിൽ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞേ? അതെ അതെ അല്ലേ? അപ്പൊ ഏതായാലും കോഴിക്കോട് അശ്വിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് അശ്വിൻ പാടാൻ പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം അശ്വിനോടൊപ്പം വേണം. ഓൾ ദി ബെസ്റ്റ് മോനെ, നല്ലപോലെ പാടും കേട്ടോ. ഇഹലോകവാസികൾക്ക് അനുഗ്രഹകാലമായി മക്കയിൽ ഹാഷിം നബി അമീനുള്ള ജാതനായി ഇഹലോകവാസികൾക്ക് അനുഗ്രഹകാലമായി മക്കയിൽ ഹാഷിം നബി അമീനുള്ള ജാതനായി ആടുമേച്ചു നടന്നിട്ടും ശൈശവകാലങ്ങളിൽ അനാഥനായി വളർന്നിട്ടും 2 വയസ്സിൽ ആടുമേച്ചു നടന്നിട്ടും ശൈശവകാലങ്ങളിൽ അനാഥനായി വളർന്നിട്ടും കരുണ നിറഞ്ഞ റബ്ബിൻ അരുമ പൂനിലാവേ ഇഹലോകവാസികൾക്ക് അനുഗ്രഹകാലമായി മക്കയിൽ ഹാഷിം നബി അമീനുള്ള ജാതനായി
സ്വർലോകദൂതരായ മുസ്തഫ റസൂലേ, സ്വർലോകദൂതരായ മുസ്തഫ റസൂലേ, ഇഹലോകവാസികൾക്ക് അനുഗ്രഹകാലമായി മക്കയിൽ ഹാഷിം നബി അമീനുള്ള ജാതനായി, ഇഹലോകവാസികൾക്ക് അനുഗ്രഹകാലമായി മക്കയിൽ ഹാഷിം നബി അമീനുള്ള ജാതനായി, അമീനുള്ള ജാതനായി, അമീനുള്ള ജാതനായി, അമീനുള്ള ജാതനായി, അമീനുള്ള ജാതനായി. അങ്ങനെ അശ്വിൻ കൃഷ്ണയുടെ എൻ്റെ നാട് എന്ന റൗണ്ടിലെ പാട്ടാണ് അവിടെ പാടിക്കഴിഞ്ഞത്. അശ്വിൻ, ഇത് പറ്റി മോനു? നമുക്ക് ജഡ്ജസിലേക്ക് പോവാം. ആദ്യം ഫിറോസ്ക്ക് അടുത്ത് ചോദിക്കാം അല്ലേ? ഫിറോസിക്ക, എവിടെയോ എന്തോ ഒന്ന് സംഭവിച്ചു എന്നിൽ നിന്നുള്ളൊരു ബോധം വന്നിട്ടുണ്ട് അല്ലേ? ഈ പാട്ടിൽ തുടക്കമൊക്കെ കിടുക്കിപ്പാടി, അസാധ്യമായൊരു പാട്ടാണ് ഇത്. മോൻ്റെ നാട്ടുകാരൻ തന്നെ, മോൻ്റെ നാടിനോട് നാട്ടിനെ കാണിച്ചു. വിഷ്വല് അസാധ്യമായിരുന്നു. കോഴിക്കോടിൻ്റെ ഒരു പാട്ടെന്ന നിലയിൽ ബാബുക്ക ട്യൂണ് കൊടുത്ത് നജ്മൽ ബാബു എന്ന അബ്ദുൽ ഖാദർക്കയുടെ മകൻ അടുത്ത് മരിച്ച വലിയൊരു പാട്ടുകാരൻ പാടിയതാണ്. അതിലുപരി ബഷീറിൻ്റെ ഒക്കെ നാട്ടുകാരനായ മെഹബൂബ് ബായിയാണ് ഈ പാട്ട് പാടി ഹിറ്റാക്കിയത് വേദികളിൽ. ഞങ്ങളിങ്ങനെ ആ പാട്ടിൽ പൂർണ്ണമായിട്ട് ലയിച്ചിരിക്കുന്ന സമയത്ത് ചരണം ഹീറാഗുഹയിൽ എന്നാ പാണ്ടത്. ഹീറാഗുഹയിൽ നിന്നും 40 നുബൂവത്തും 3 റിസാലത്തും നൽകിയ കോനേ, അതിലേക്കാണ് വരേണ്ടത്. പിന്നെ അതിനുശേഷം എൻ്റെ ഒക്കെ ഒന്ന് മുറിഞ്ഞു പോയതൊക്കെ ഈ പേടിയിലാണ് മോന്. എന്നാറോ അങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു ഭയം വന്നു. പിന്നെ അതുകൊണ്ട് ആ താഴേക്ക് പാടിയതൊക്കെ ലേശം അവിടെ ഇവിടെ. അതുവരെ പല്ലവി അനുപല്ലവി എക്സലൻ്റായിട്ടാണ് പാടിയത് കുറച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എങ്ങനെയാണ് ആ രണ്ട് ഭാഗങ്ങൾ പാടിയതിൻ്റെ ആ മികവും കുറവും തമ്മിൽ എങ്ങനെ കമ്പൈൻ ചെയ്ത് വരുന്നു എന്നുള്ളത് ഇനി നമ്മൾ നോക്കേണ്ടതുള്ളൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. റഹ്നത്ത, സ്കൂളിലെ നല്ല കുട്ടി ഇല്ലേ? സാറൊക്കെ അങ്ങനെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കാര്യം പറയാനുള്ള, കവിത എഴുതും. എഴുതി. എന്താ അതിൻ്റെ പേര് മോനൊന്ന് പറഞ്ഞേ? പനിനീർ പൂവിൻ്റെ വിലാപം. വിലാപം. വേറെയും ഇപ്പോഴും എങ്ങനെ മാഗസിനിലൊക്കെ കൊടുക്കലുണ്ട്. കഥ എഴുതോ? രണ്ടുപേര് പറഞ്ഞു. എൻ പനിനീർ പുഷ്പമേ നീ ഞാൻ ഓർക്കുന്നു നിന്റെ തേങ്ങലുകൾ, ഇരുൾ വീണ പാതകളിലൂടെ നീ നടക്കുമ്പോൾ ആ കരിങ്കാടന്മാർ നിന്നിൽ അമർത്തുന്ന തേങ്ങലുകൾ ഞാൻ അറിയുന്നു. ഫുൾ ഓർമ്മയെ കുറിച്ചാണ്. അപ്പം എല്ലാ കഴിവും ഉണ്ട്. പിന്നെ മോന്, എനിക്ക് തോന്നുന്നു മോന് ശരിക്കും ക്ലാസിക്കൽ അല്ലേ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. പിന്നെ ഫിറോസ്ക പറഞ്ഞ തന്നെ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് വിഷമിപ്പിക്കണില്ല. നന്നായിട്ട് അത് ആ ഒരു രാഗത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമുക്ക് ചില സമയമൊന്നും പറയാം, പക്ഷേ ഇതിലൊരു പ്രാക്ടീസ് കുറവ് എനിക്ക് തോന്നി. കാരണം മോൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ വരാറില്ല. മോനത് പ്രാക്ടീസ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിരുന്നു മോന്. താങ്ക് യു റഹ്നത്ത. സജ്ല, ഈ പാട്ടിൽ വന്ന പ്രശ്നങ്ങൾ മോനും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? പല്ലവി മുതൽ അനുപല്ലവി കഴിയുന്നത് വരെ നല്ല ലൈവ്ലി ആയിരുന്നു. നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല അതുവരെ. പിന്നെ ചരണമാണ് മോന്, എനിക്ക് തോന്നുന്ന ഡീറ്റെയിൽ ആയിട്ട് മോൻ പഠിച്ചിരുന്നു അല്ലേ? പ്രാക്ടീസിൻ്റെ കുറവാണ്. പക്ഷെ ചില സ്ഥലത്ത് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്യുന്നൊന്നും നമുക്ക് തോന്നാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എൻഡ് ചെയ്തു. പിന്നെ ഈ ഒരു ചെറിയ പ്രശ്നങ്ങൾ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. താങ്ക് യു സജ്ല ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. അങ്ങനെ അശ്വിൻ്റെ ഈ റൗണ്ടിലെ എൻ്റെ നാട് റൗണ്ടിലെ മാർക്സ് നമുക്ക് ചോദിക്കാം. റഹ്നത്ത, ഔട്ട് ഓഫ് 40 37.5. 37.5 ഔട്ട് ഓഫ് 40. ഫിറോസിക്ക, അശ്വിന് 37.5. 37.5 again out of 40. Sajla, out of 20. 20ൽ 18. 18 out of 20. അശ്വിൻ്റെ ടോട്ടൽ സ്കോർ 93 ആണ് ഔട്ട് ഓഫ് 100. റൗണ്ട് അത്ര ഫേവറബിൾ അല്ല. പാർട്ട് ഓഫ് ഷോ. എന്താ ചെയ്യുക, നമുക്ക് രണ്ടാമത് പാടാൻ പറ്റില്ല, പാടിക്കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ആലോചിച്ച് വിഷമിക്കരുത്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന എലിമിനേഷനിലായിരിക്കും. അപ്പം കാണാം. ഓക്കെ, ബി ബോൾഡ്. ഓക്കെ.
നമ്മുടെ ഇപ്പോഴത്തെ കുട്ടിപ്പട്ടുമാല മധുരമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അപ്പോൾ ഏതായാലും കുട്ടിപ്പട്ടുമാൽ സീസൺ 2 തീർച്ചയായിട്ടും മധുരം തന്നെയായിരിക്കും. ഏതായാലും ആ ഒരു മധുരം വിളമ്പിത്തരാനായിട്ട് നമുക്ക് കുറച്ച് കുട്ടീസിനെ അല്ലെങ്കിൽ കുട്ടികളെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ബയോഡാറ്റ സഹിതം നമ്മുടെ കുട്ടിപ്പട്ടുമാൽ കൈരളി TV-യിലേക്ക് എത്രയും പെട്ടെന്ന് അയക്കാം. നമ്മുടെ ഓഡീഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തോടെ വി ആർ സൈനിങ് ഓഫ് ഫ്രം നോറ. കുട്ടിപ്പട്ടുമാൽ സെലിബ്രേറ്റഡ് ബൈ ചിക്കിങ്, presented by Apollo Gold and powered by Thampas Electronics. Good night.